ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സ്വന്തം മകനെ കൂലിപ്പണിയെടുത്ത് ജീവിക്കാൻ പോലും സമ്മതിക്കാത്തൊരു അച്ഛൻ. ജോലി തേടിപ്പോയ സ്ഥലങ്ങളിലെല്ലാം ജോലി കൊടുക്കരുതെന്ന് മുൻ MLA ഉത്തരവ്. ഇപ്പൊ അരപ്പട്ടിണിയാണെങ്കിലും ഒന്ന് തലചായ്ക്കാൻ കണ്ടെത്തിയ വീട് ഒഴിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നു. പണിക്കരെ, നടക്കില്ല. ഇദ്ദേഹം വിളിച്ചത്ര മുദ്രാവാക്യൊന്നും വിളിച്ചിട്ടില്ലെങ്കിലും കുറെയൊക്കെ ജഗനെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭീഷണിപ്പെടുത്തി ഒന്നും ഒഴിവാക്കാൻ നോക്കണ്ട. ജഗ, ഭാര്യയും കൊണ്ട് വീട് വിട്ടിറങ്ങാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. നീ നിന്റെ ഇഷ്ടപ്രകാരം അതിന് തയ്യാറായപ്പോ ഞാൻ അതിനെ വിലക്കിയതുമില്ല. അതാണ് അച്ഛൻ ചെയ്ത തെറ്റെങ്കിൽ എന്റെ മകനോട് ഞാൻ മാപ്പ് ചോദിക്കുക. പിന്നെ നീ ജോലി തേടി നടന്ന സ്ഥാപനങ്ങൾ തോറും നടന്ന് നിനക്ക് ജോലി തരരുതെന്ന് ഞാൻ വിലക്കി എന്നതാണല്ലോ നിന്റെ ആരോപണം. ഈടെ ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈടെ ഞാൻ ആരെയും വിലക്കിയിട്ടൊന്നുമില്ല. കേരളാരക്കുറുപ്പെന്ന രാഷ്ട്രീയക്കാരനെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. മകന്റെ അവസ്ഥ ഓർത്ത് ഉള്ളു നേറിക്കഴിഞ്ഞ കരുണാകരക്കുറുപ്പെന്ന അച്ഛനെ നീ കണ്ടിട്ടില്ല മോനെ. പണിക്കരെ, ഏത് തെറ്റിനും മാപ്പ് നൽകുന്ന കോടതിയാണ് അമ്മ എന്ന് ചില എഴുത്തുകാരൊക്കെ എഴുതിയിട്ടുണ്ട്. അച്ഛനെ കുറിച്ച് അങ്ങനെ വല്ലതും എഴുതിയിട്ടുണ്ടോ? അത് പിന്നെ ഞാൻ സർവീസിലായിരുന്നോണ്ട് പുസ്തകങ്ങളൊന്നും അങ്ങനെ വായിച്ചിട്ടില്ല. പക്ഷെ കുറുപ്പ് സാറിന്റെ ഈ രീതി കാണുമ്പോ ഏതൊരു തെറ്റിനും മാപ്പ് കൊടുക്കുന്ന കോടതിയാണ് സ്വന്തം അച്ഛൻ എന്നെഴുതിയാലും തെറ്റില്ലെന്ന് തോന്നുന്നു. നിങ്ങളെ വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത് സത്യമാണ്. അത് തെരുവിലേക്കല്ല, തിരികെ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാ ഞാൻ വന്നത്. നിങ്ങൾ രണ്ടുപേരും ഇതെങ്ങോട്ടാ പോകുന്നത്?